തീവ്രവാദ ആക്രമണം നടന്നു. അവരത് ഫോക്കസ് ചെയ്യത്തില്ല. ഏത് രാജ്യം അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അവരത് ഇഗ്നോർ ചെയ്യും. അവർ ആ അറ്റാക്കിനെ കുറിച്ച് തന്നെ ചിലപ്പോൾ മിണ്ടത്തില്ല. ഓക്കെ. അപ്പം അത് ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നമ്മളെല്ലാം ഓവർ സ്ട്രെസ് ചെയ്യുമ്പോഴാണ് ഈ സമൂഹത്തിൽ ടെൻഷൻസ് വളരുന്നത്. അവരെ ഏതെങ്കിലും സാഹചര്യം പർട്ടിക്കുലർ മൂമെന്റ് പറഞ്ഞൊരു കാര്യമായിരിക്കാം അവരുടെ ഒരു അത് നമ്മൾ സ്ട്രെസ് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഫോക്കസ് അതിനകത്ത് കൊടുക്കണ്ട. ആ ഫോക്കസ് ഒഴിവാക്കി പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പം നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് കുറഞ്ഞിരിക്കും. അല്ല, അപ്പം അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ UDF എടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്നത് ശരിയല്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഈ CPM എന്ന് പറയുന്ന മതേതരത്വ പാർട്ടി എന്തുകൊണ്ട് അതിൻ്റെ അകത്തൊരു വോട്ടാണോ ലക്ഷ്യം? വോട്ട് ബാങ്ക് ആണ്. ഞാനൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ ഇത് കൂടുതൽ ഞാൻ പറയട്ടെ. ഞാൻ ഓൾറെഡി CPM പറഞ്ഞു കഴിഞ്ഞു. അല്ല, എങ്കിൽ പോലും പറയണ്ട. അതെ, എന്നാലും സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, അതായത് കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ കൃത്യമായിട്ട് അവരുടെ ഞാൻ അതിനകത്തൊരു കമ്മ്യൂണൽ ആംഗിൾ ഞാൻ അതിനകത്ത് കാണുന്നില്ല. എങ്കിൽ പോലും വിള്ളൽ സംഭവിച്ചു അത് തിരിച്ചു പിടിക്കാനുള്ള കമ്മ്യൂണൽ ആംഗിൾ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല.